നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായി എന്ന് തന്നെ പറയാം. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. MLA സ്ഥാനം രാജിവെക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പാർട്ടിയിൽ രണ്ടഭിപ്രായമുണ്ട്. ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ ഐശ്വര്യത്തിലും യോഗക്ഷേമത്തിലും താല്പര്യമുള്ളവരുമായിട്ടുള്ള കുറച്ചധികം പേർ പുള്ളി രാജിവെക്കേണ്ട ആവശ്യമില്ല. നിയമപരമായ പരാതി ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പരാതി ഉണ്ടാവുകയാണെങ്കിൽ അപ്പം നോക്കാം. മാത്രവുമല്ല, ആരോപണ വിധേയനായ ഒരു MLAയും നാളിതുവരെ ഈ ഭൂമി മലയാളത്തിൽ രാജിവെച്ചിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് തന്നെ അങ്ങനെ MLA സ്ഥാനം രാജിവെച്ച ആളുകൾ വളരെ കുറവാണ്. ഒരു മൂച്ചിന് MLA സ്ഥാനം രാജിവെച്ച PV അൻവറിൻ്റെ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഈ ചെറുപ്പക്കാരൻ, അയാൾ MLA ആയിട്ട് ഒരു കൊല്ലം പോലും ആയിട്ടില്ല, അയാളെ ഇങ്ങനെ നമ്മൾ ദുഃഖക്കടലിലേക്ക് തള്ളിവിടേണ്ട ആവശ്യമില്ല എന്ന അഭിപ്രായക്കാരുണ്ട്. ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഇടയിൽ അത് വളരെ ശക്തമാണ്. മാത്രമല്ല, ഊരും പേരുമില്ലാത്ത ചില സ്ത്രീകൾ അവരുടെ ചില വീഡിയോ സന്ദേശങ്ങൾ, ചിലരുടെ ഓഡിയോ ക്ലിപ്പുകൾ ഇദ്ദേഹത്തിൻ്റേതാണ് എന്ന് പറയപ്പെടുന്ന ചില സംഭാഷണങ്ങൾ, ഇതൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അല്ലാതെ കോൺഗ്രസ്സിലെ മറ്റ് പല നേതാക്കന്മാർക്കും എതിരെ ഉയർന്നു വന്നിട്ടുള്ള പോലെയുള്ള ഭീകരമായ ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഒന്നും രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടില്ല. മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിൽ ഇതുപോലുള്ള ആരോപണം നേരിടാത്ത നേതാക്കന്മാർ തന്നെ വളരെ കുറവാണ്. വല്ല കെ കരുണാകരനോ AK ആൻ്റണിയോ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയോ മറ്റും ഉണ്ടായിരുന്നിരിക്കാം. മിക്കവാറും നേതാക്കന്മാർക്കെതിരായിട്ടും ഏതെങ്കിലും സമയത്ത് ഇതുപോലുള്ള ആരോപണങ്ങൾ വന്നാണ്. കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവായിട്ട് ഇപ്പോൾ ഡൽഹിയിൽ പ്രക്ഷോഭിക്കുന്ന നമ്മുടെ KC വേണുഗോപാൽ എത്രയോ നാളാണ് ഇല്ലേ മാധ്യമങ്ങളെ ഒളിച്ച് താമസിച്ചത്. അതേ ആലപ്പുഴ SD കോളേജിൽ വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ അവിടെയുള്ള മൊത്തം SFIക്കാരും നമ്മുടെ നാട്ടിൽ ഒരു അതിജീവിതയുടെ മുഖം മാസ്ക് വെച്ചുകൊണ്ട് പുള്ളി എതിരേറ്റ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. അത് തന്നെയായിരുന്നു അടൂർ പ്രകാശിൻ്റെ സ്ഥിതി. മറ്റ് പല ആളുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. രാഹുലാണെങ്കിൽ ഒരു ചെറുപ്പക്കാരനാണ്, സുന്ദരനാണ്, പിന്നെ സെൻറ്റ് സ്റ്റീഫൻസിൽ പഠിച്ച ആളാണ്, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പെൺകുട്ടികൾക്ക് അദ്ദേഹത്തോട് ഒരു ക്രഷ് തോന്നുന്നത് സ്വാഭാവികമാണ്. ഇപ്പോഴത്തെ കാലത്ത് ഈ ക്രഷ് തോന്നാത്ത പെൺകുട്ടികളും വളരെ കുറവാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു സുന്ദരൻ, തറവാട്ടുകാരൻ, പിന്നെ മരിച്ചുപോയ നമ്മുടെ തെന്നല ബാലകൃഷ്ണപിള്ള സാറിൻ്റെ കുടുംബക്കാരൻ, പത്തനംതിട്ട ജില്ലക്കാരൻ, NSUIയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്ന മാന്യ വ്യക്തി, സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ്, പിന്നെ നിലവിൽ പാലക്കാട് MLA എന്നീ നിലകളിൽ ഇദ്ദേഹത്തോട് താല്പര്യവും സ്നേഹവും അഭിനിവേശവും ക്രഷും ഒക്കെ തോന്നിയ പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട്. ചങ്ങമ്പുഴ പറഞ്ഞ പോലെ പല പല രമണികൾ വന്നവർ പദവികൾ വാഴ്ത്തി നടുങ്ങി ഞാൻ, പല പല കമനികൾ വന്നവർ പണമെന്നോതി നടുങ്ങി ഞാൻ എന്ന ഇതിൻ്റെ വരികൾ തെറ്റിപ്പോകുന്നത് ചെറിയ സംശയമുണ്ട്. എങ്കിൽ പോലും പുള്ളി പറഞ്ഞ ആശയം ഒന്ന് തന്നെ. അപ്പോൾ ഇങ്ങനെ പല പല രമണികൾ, പല പല കമ്പനികൾ വന്നു എന്നുള്ളത് സത്യമാണ്. രാഹുലാണെങ്കിലും ചെറുപ്പമല്ലേ, കല്യാണവും കഴിച്ചിട്ടില്ല, കല്യാണപ്രായം കഴിഞ്ഞ് നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെയുള്ള പല പ്രലോഭനങ്ങളും ഉണ്ടാകുന്നത്. വിശ്വാമിത്ര മഹർഷിക്കും കണ്ണു മഹർഷിക്കും വസിഷ്ഠ മഹർഷിക്കുമൊക്കെ പല അബദ്ധങ്ങൾ പറ്റിയതായിട്ട് നമ്മൾ മഹാഭാരതത്തിൽ രാമായണത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പാവപ്പെട്ട രാഹുൽ, അദ്ദേഹം മഹർഷിയുമല്ല, ഒരു MLA മാത്രമാണ്, മാത്രമല്ല കോൺഗ്രസിൻ്റെ നേതാവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്ന് കരുതാനേ ന്യായവും. അതിനുവേണ്ടി അദ്ദേഹത്തെ ഈ രീതിയിൽ പുലഭ്യം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രവുമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം എന്ന് പറഞ്ഞാൽ എടുത്താൽ പോകാത്തൊരു വലിയ മുതലാണ്. പുള്ളി അത് ഉപേക്ഷിച്ചു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്ത് സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി, ധാർമ്മികതയ്ക്ക് ഒരർത്ഥമുണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം തിളച്ച നെയ്യിൽ കൈവക്കി സത്യം തെളിയിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ നെയ്യിന് വില കൂടുതലായതുകൊണ്ട് ആരും അതിന് നിർബന്ധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വെളിച്ചെണ്ണയിൽ മുക്കാന്ന് വെച്ചാൽ അതിലും ബുദ്ധിമുട്ടാണ്. വെളിച്ചെണ്ണയുടെ വില ഇപ്പോൾ നറുനെയ്യിനേക്കാൾ കൂടുതലാണ്. അങ്ങനെ കൈമുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് രാഹുൽ. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്, ഷാഫി പറമ്പലിന് ഉറപ്പുണ്ട്, സതീശന് അത്ര തന്നെയില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഉയർച്ചയിൽ അസൂയാലുക്കളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അവരൊന്നും പേര് പറയുന്നില്ല. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ മൂത്ത് നിറച്ച ഒരുപാട് കോൺഗ്രസ്സുകാർക്ക് വലിയ വിഷമമുണ്ട്. കാരണം പാലക്കാട് ആറ്റുനോറ്റ് കാത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയാവാനായിട്ട് DCC പ്രസിഡന്റ് തങ്കപ്പേട്ടൻ മുതൽക്ക് പാർട്ടി വിട്ടുപോയ സരിൻ വരെ ഒരുപാട് പേര് ആഗ്രഹിച്ചു. അവിടെ നമ്മുടെ സരിനെ നിർത്തിക്ക് ജയിച്ചാൽ, അല്ല തങ്കപ്പൻ ചേട്ടൻ എന്തെങ്കിലും പുള്ളിയും ജയിച്ചാൽ, അതുമല്ല പരമയോഗ്യനായ സുന്ദരനായ ചെറുപ്പക്കാരനായ ഇംഗ്ലീഷ് അറിയാവുന്ന VT ബലറാം എന്തെങ്കിലും പാട്ട് പാടി ജയിച്ചാൽ. പക്ഷേ ഇവരൊക്കെ ഒഴിവാക്കിയിട്ട്
ഷാഫി പറമ്പിലാണ് ഒരു ഒറ്റ പിടി പിടിച്ച് എനിക്ക് പകരം രാഹുലല്ലാതെ എനിക്ക് പിൻഗാമിയില്ല, പകരക്കാരനില്ലാതെ അമരക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ഈ ചെക്കനെ കൊടുത്ത്. അല്ലെങ്കിൽ പത്തനംതിട്ടക്കാരനായി ഇവന് കോന്നിയിലോ റാന്നിയിലോ അതിൽ ആറന്മുളയിലോ മത്സരിച്ചാൽ മതി. വീണ ജോർജിനെതിരായിട്ട് ആറന്മുളയിൽ മത്സരിച്ചെങ്കിൽ പുള്ളി ഒരു ലളിതഗാനം കൂടി പാടി പാസ്സായനെ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അവൻ്റെ തലയിലെടുത്തെന്ന് വെച്ചാൽ ഭയങ്കരമല്ലേ. പുള്ളി പാലക്കാട്ട് വന്ന് മത്സരിച്ചു, അപ്പം തന്നെ ഒരുപാട് പേര് പുള്ളിക്കെതിരായി. ഇവൻ്റെ പരാജയം ആഗ്രഹിച്ച് ഒരുപാട് പേരുണ്ട്. ഇവൻ ജയിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളുകൾ ഷാഫിയും സതീശനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പാലക്കാട്ടെ നല്ലവരായ കുറച്ച് പോപ്പുലർ ഫ്രണ്ടുകാരും അവർ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തെ പിന്തുണയ്ക്കും. റിസൾട്ട് വന്നേക്ക് മുമ്പ് പുള്ളിക്ക് വേണ്ടി അവിടെ മുദ്രാവാക്യം വിളിച്ച് വിജയാഹ്ലാദം പ്രകടനം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ അങ്ങനെ പോപ്പുലർ ഫ്രണ്ടുകാരുടെയും ഷാഫി പറമ്പിൻ്റെയും കണ്ണിലുണ്ടിയായി ഈ ചെറുപ്പക്കാരൻ അവനിങ്ങനെ ഒരു അക്കിടി പറ്റിയപ്പോൾ CPM-കാർക്ക് സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. ഈ DYFIയുടെ സെക്രട്ടറിമാരെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കോരിത്തരിപ്പെട്ടോ. ഇവരാരും ഈ വക ഒരു പരിപാടിക്ക് പോകാത്തവരാണ്, യോഗ്യന്മാരാണ്, മാന്യന്മാരാണ്. മുകേഷ് ഇപ്പോഴും ആ പാർട്ടിയുടെ MLA ആയിട്ട് തുടരുന്നു. P ശശി മുഖ്യൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വിലസുന്നു. PK ശശി പാലക്കാട് ജില്ലയിൽ തന്നെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് നേതാവായിട്ട് വിരാജിക്കും, യാതൊരു കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ തീവ്രത അളന്നിട്ടാണ് നമ്മുടെ ശ്രീമതി ടീച്ചറും ബാലൻ ചേട്ടനും കൂടി അവരെ ഒഴിവാക്കിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പാരമ്പര്യമുള്ള ആളുകൾ ആ പാർട്ടിയിലുണ്ട്. പാർട്ടിക്ക് ഇതൊക്കെ അന്വേഷിക്കാനും ഒതുക്കാനും ഉയർത്തേണ്ടവരെ ഉയർത്താനും താഴ്ത്തേണ്ടവരെ താഴ്ത്താനും ഒക്കെ അറിയാം. അങ്ങനെയുള്ള ഒരുപാട് പ്രതിഭകൾ ആ പാർട്ടിയിലുണ്ട്. അപ്പോൾ ഇതൊന്നും അവിടെ വിഷയമല്ല. അതുകൊണ്ട് പാവപ്പെട്ട രാഹുലിൻ്റെ പുറത്ത് പൊതുയോഗം കൂടാമെന്നാണ് CPM-കാർ വിചാരിച്ചത്. BJP-കാർക്കാണെങ്കിൽ പുല്ലോട് തീർത്താൻ തീരാത്ത കലിയാണ്. അവർ ജയിക്കുമെന്ന് വ്യാമോഹിച്ച പാലക്കാട് സീറ്റിൽ ഒരു മരത്തനായ രാഹുൽ മാങ്കൂട്ടം വന്ന് മത്സരിച്ച് പഴമാങ്ങ പോലെ ജയിച്ചു പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വിഷമമുണ്ടാവും. ആ വിഷമമാണ് അവരിപ്പോൾ കരഞ്ഞു തീർക്കുന്നത്. രാഹുലിനോട് അവരോട് BJP-കാർക്കും CPM-കാർക്കും ഉള്ളതിനേക്കാൾ വലിയ കലിപ്പ് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സിലുള്ള ഇദ്ദേഹത്തിൻ്റെ വിരുദ്ധന്മാർക്ക്, വിരോധികൾക്കാണ്. അദ്ദേഹത്തിൻ്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുകയാണ്. മുതിർന്നവരും മുതിരാത്തവരും ഉണ്ണിമാങ്ങ പരുവത്തിലുള്ളവരുമായ ഒരുപാട് പേർ രാഹുലിൻ്റെ ചോരയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുകയാണ്. രാഹുലിന് വേണ്ടിയിട്ട് ഷാഫി പോലും ശക്തമായി എന്തെങ്കിലും ചെയ്യാവുന്ന അവസ്ഥയിലല്ല. മാത്രമല്ല ഇവരിപ്പോൾ ഈ ദുഃഖഭാരം ചുമക്കുന്ന ദുശകുനമാണ് ഞാൻ എന്ന അവസ്ഥയിലാണ് സതീശനെ സമ്മർദ്ദം. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. സതീശൻ KSUവിൻ്റെ നേതാവായിരുന്ന കാലത്ത് ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഡൽഹിയിൽ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് നൈന സാഹിരി എന്ന മറ്റു പേരുള്ള ഒരു യുവ വനിതാ നേതാവിനെ കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല അവരെ തണ്ടൂരി അടുപ്പിൽ വെച്ച് ചൂട്ടു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് കേരളത്തിലെ SFI-ക്കാർ ഈ തണ്ടൂരി അടുപ്പിൽ ചുട്ടെടുക്കപ്പെടുന്ന സ്ത്രീയുടെ ഒരു രേഖാചിത്രം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ജയിച്ചത്. SFI-ക്കാർക്ക് പെൺകുട്ടികളടക്കം വോട്ട് ചെയ്തു. വലിയ തോതിൽ വോട്ട് പിടിച്ച് അവർ കേരള യൂണിവേഴ്സിറ്റി യൂണിയനും ഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിയനൊക്കെ ജയിച്ചു. അന്ന് സതീശൻ MG യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിരുന്നാണ് എൻ്റെ ഓർമ്മ. അടുത്ത തെരഞ്ഞെടുപ്പിൽ KSUവിൻ്റെ ആഫീസ് കൂട്ടിപ്പോയി. അപ്പോൾ സതീശൻ അത് ഓർമ്മയിടും. വേറെ ആരും മറന്നാലും സതീശൻ മറക്കാൻ സാധ്യതയില്ല. അപ്പോൾ ദുഃഖഭാരം ചുമക്കുന്ന ദുശകുനമാണ് ഞാൻ എന്ന അവസ്ഥയിൽ ഇപ്പോൾ രാഹുൽ എത്തി നിൽക്കുകയാണ്. രാഹുലിൻ്റെ MLA സ്ഥാനം ഇപ്പോൾ രാജിവെപ്പിച്ചാൽ സതീശന് ഭയങ്കരമായ കരിയർ ഗ്രാഫിൽ വലിയ ഏറ്റവും ഉണ്ടാവും. സതീശൻ അങ്ങനെയാണ്. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പുള്ളി കീഴ്വഴക്കമോ പൂർവാചാരമോ നോക്കാതെ കടുത്ത തീരുമാനങ്ങൾ എടുത്തു കളയും, അല്ലെങ്കിൽ എടുപ്പിച്ച് കളയും. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ പുള്ളി ഈ ഊത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചത്. അതല്ലെങ്കിൽ അത് നടക്കുമായിരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഡൽഹിയിൽ നിന്ന് മറുപടി കിട്ടി. ദീപാദാസ് മുൻഷിയുമായിട്ട് ചർച്ച ചെയ്തു. പിന്നെ ആനന്ദ് ശർമ്മയെ പോയി കണ്ടു. അവസാനം രാഹുൽജിയെ കാണാൻ അപ്പോയിൻമെൻറ്റ് ചോദിച്ചു. 2 ദിവസത്തിനകത്ത് തീരുമാനം ഉണ്ടാവും എന്ന് മനോരമയിൽ വന്നു. അത് കഴിഞ്ഞ് 5-6 ദിവസം കഴിഞ്ഞ് ഇത് അവിടോ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തീരുമാനം ഉണ്ടാവുക. ഇതങ്ങനെയല്ല, പിടിച്ച പിടിയാലെ ഇവനെ കൊണ്ട് രാജിവെപ്പിച്ചു. ഷാഫിയോട് പോലും ചോദിച്ചില്ല, മതി പണിക്കൻ്റെ പണി നന്നായിട്ട് ഇനി പണിയണ്ട എന്ന് പറഞ്ഞു. ഇനി MLA സ്ഥാനം കൂടി രാജിവെപ്പിച്ചാൽ കേരള ചരിത്രത്തിൽ പുതിയ ഒരു പാരമ്പര്യം ഉണ്ടാവും. കാരണം ഇന്ന് വരെ ഈ ആരോപണ വിധേയർ മന്ത്രിസ്ഥാനം ഇല്ലാതെ MLA സ്ഥാനം രാജിവെച്ച് ചരിത്രം ഉണ്ടായിട്ടില്ല. ഈ ഐസ്ക്രീം കേസിൽ ആരോപണം വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി മന്ത്രിസ്ഥാനം രാജിവെച്ചു, MLA സ്ഥാനം നിലനിർത്തി. ഇതുപോലെ ജോസ് തെറ്റയിലെതിരായിട്ട് ആരോപണം വന്നപ്പോൾ അതേ MLA സ്ഥാനം രാജിവെക്കണമെന്ന് വെച്ചാൽ ഊത്തന്മാർ അവിടെ വലിയ സമരം നടത്തിയാണ്. അങ്കമാലിലുള്ള ഊത്തന്മാരോട് ചോദിച്ചാൽ പറയും ഭയങ്കര സമരമാണ്. PC ജോർജ് വരെ വന്ന് പാവപ്പെട്ട ജോസിയേട്ടനെതിരായിട്ട് വലിയ പ്രസംഗമൊക്കെ നടത്തി. അതുപോലെ മറ്റ് പല നേതാക്കന്മാർക്കെതിരെ ആരോപണമുണ്ട്. ഇപ്പോൾ മുകേഷ് തന്നെ തുടരുന്നതിൻ്റെ ബലത്തിലാണ്. മുകേഷ് മന്ത്രിയല്ലോ, വേറെ MLA ആണ്. MLA ആയിട്ട് തുടരാം, മന്ത്രിയായിട്ട് തുടരാനേ ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ രാഹുലിനെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിച്ചാൽ അത് സതീശൻ്റെ തൊപ്പിയിലെ ഒരു ഭയങ്കര കാക്കത്തൂലല്ല, ഒരു മയിൽപ്പീലിയായിട്ട് മാറും.
പിന്നെ അദ്ദേഹത്തിന് ധൈര്യസമേതം ഓരോ വീട്ടിലും വോട്ട് ചോദിച്ചതല്ല. ഇതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരം. ആരോപണ വിധേയനായ ആ ഡാഷ് മോനെ ഞങ്ങൾ ബൂത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാത്രമല്ല MLA സ്ഥാനത്ത് തന്നെ രാജിവെക്കും. മാത്രമല്ല ഇവൻ ഈ 5-6 മാസം ഈ MLA എടുത്തിട്ട് എത്തിയാണ്. അവന് പാലക്കാട്ടെ MLA ആയിരിക്കാമെന്ന് യോഗ്യനല്ലാന്ന് പുള്ളി ഇതിനകത്ത് തന്നെ തെളിയിച്ചു പോയി. പാലക്കാട്ടെ MLA പോയിട്ട് പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കാൻ യോഗ്യതയില്ലാത്തവനാണ് ഈ രാഹുൽ മാങ്കൂട്ടം. അവനെ കൈപിടിച്ച് വർണ്ണമാല്യം അണിയിക്കാനായിട്ട് പാലക്കാട്ട് കൊണ്ടുവന്ന് നിർത്തിയ ഷാഫിയാണ് ശരിക്കുള്ള കുറ്റക്കാരൻ. അവിടെ തങ്കപ്പൻ ചേട്ടനെ നിർത്തിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പാവ സരിനെ നിർത്തിയാൽ മതിയായിരുന്നു. സരിന് കാലുമാറാതെ രക്ഷപ്പെടാൻ. അതുമല്ലെങ്കിൽ സർവ്വതാ യോഗ്യനായിട്ടുള്ള പണ്ഡിതനായ ഇംഗ്ലീഷ് അറിയാവുന്ന നമ്മുടെ ബലറാമിനെ നിർത്തിയാൽ മതിയായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? പോയ ബുദ്ധി ആന പിടിച്ചാൽ പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടി ഈ അനർഹരായ ആളുകളെ എവിടെ പ്രോത്സാഹിപ്പിച്ചാലും ഇതുപോലുള്ള ദുര്യോഗം ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണപാഠം. ഏതായാലും രാഹുൽ ഇനി മാങ്ങാണ്ടിയോ തേങ്ങാക്കൂലി എന്തെങ്കിലും ചെയ്യട്ടെ. അവനെ പറഞ്ഞുകൊണ്ട സമയം പണ്ടേ കഴിഞ്ഞു. അപ്പോൾ സതീശൻ ഇപ്പോൾ വിവേകപൂർണ്ണമായ തീരുമാനമെടുത്താൽ അത് പാർട്ടിക്കും മുന്നണിക്കും വളരെ ഗുണകരമായിരിക്കും. ഇതുപോലെയുള്ള ഇരപ്പാളികളെ, അലവലാദികളെ, ഏഴാംകൂലികളെ 1 മിനിറ്റ് മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ പാർട്ടി നന്നാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.